സോ അതേപോലെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സിവിൽ സർവീസ് UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെ നോക്കിയാലും NCERT ആണ്, NCERT കവർ ചെയ്യുക എന്നുള്ളതാണ്. KSലേക്ക് വരുമ്പം എന്താണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ? അത് NCERT ആണോ അതോ SCERT ആണോ? അങ്ങനെ ഒരു ഡൗട്ടും ആളുകൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതിനകത്തൊരു? ഞാൻ മനസ്സിലാക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസ് മനസ്സിലാക്കുക. സിലബസിൽ എന്താണോ ഉള്ളത് അതാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. ഇപ്പോൾ സിലബസിൽ UPSCയുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ NCERT തന്നെയാണ് അതിൻ്റെ ബേസ്. SCERT എന്ന് പറയുമ്പം NCERT പോലെ തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. പിന്നെ കേരളത്തിൻ്റെ ഫാക്റ്റ് മാത്രമായിരിക്കുമല്ലോ അതിനകത്ത് വ്യത്യാസമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഠിക്കുന്നത് സെയിമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ക്വസ്റ്റ്യൻ്റെ മീൻസ് ആ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം സിലബസിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത്. NCERT കവർ ചെയ്താൽ തന്നെ ധാരാളമായിട്ട് വരും. പിന്നെ നമ്മൾ കവർ ചെയ്യുന്നത് എത്രത്തോളം കവർ ചെയ്യുന്നു, ഏത് പഠിക്കുന്നു എന്നുള്ളതല്ല, ആ പഠിക്കുന്നത് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു, അത് എത്രത്തോളം നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. SCERT NCERT തമ്മിൽ വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് NCERT തന്നെ ചെയ്താൽ, ഇപ്പോൾ SCERT പഠിക്കുന്നതുകൊണ്ടൊരു നഷ്ടമില്ല, അത് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ NCERT പഠിച്ചു അതുകൊണ്ട് കിട്ടത്തില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സിലബസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് NCERT പഠിച്ചാൽ കിട്ടുമെങ്കിൽ അത് തന്നെ പഠിക്കുക. കാരണം മൾട്ടിപ്പിൾ സോഴ്സിലേക്ക് പോയി പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സോഴ്സ്, ആ സിലബസിനനുസരിച്ചുള്ള കാര്യം ഈ സോഴ്സിലുണ്ടെങ്കിൽ ആ സോഴ്സ് പഠിച്ചിട്ട് അതിന് മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസിയാണ് നമ്മൾ ഏത് പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് എല്ലാം പഠിക്കും, എല്ലാം പഠിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിരിക്കും. അവസാനം നമുക്കൊരു പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ 5 പോയിന്റ് പറയാൻ പറഞ്ഞാൽ 5 പോയിന്റ് വരത്തില്ല. അപ്പോൾ അത് നല്ല ഒരു സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സിലബസ് മനസ്സിലാക്കി അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കുക. SCERT ആണെങ്കിൽ അത് പഠിക്കുക, ആ ടോപ്പിക്കിന് അത് മാത്രം പഠിച്ചാൽ മതി. ഇനി അതിൽ കൂടുതൽ പഠിച്ച് അതിൻ്റെ ആവശ്യമില്ല. സിലബസിൽ പറയുന്ന ഒരു കാര്യം പഠിക്കുക, അതിൻ്റെ ഒരു 5 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാം. പിന്നെ KSനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ KSന് നമ്മൾ UPSC പോലെ വലിയ രീതിയിൽ എഴുതേണ്ട സ്പേസും അവിടെ കാണത്തില്ല. 3 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുന്നത്. 3 മാർക്കിന് 5 മാർക്ക് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കുറച്ച് സ്പേസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അതിനകത്ത് എഴുതാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇൻട്രൊഡക്ഷൻ എഴുതി നമുക്ക് അതിൻ്റെ ബോഡി എഴുതി അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി KSനകത്ത് വർക്കാവത്തില്ല ഫസ്റ്റ് ടൈം. കാരണം ഞങ്ങൾ എഴുതിയ സമയത്ത് ഒരു ഐഡിയ ഇല്ലാതെ എഴുതിയത്. നമ്മൾ രാജസ്ഥാൻ PSC ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കി. പക്ഷേ എക്സാം വന്നപ്പോൾ നമ്മൾ UPSC, ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത്, ഞാൻ അപ്പോൾ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ UPSCയുടെ ഒരു പാറ്റേൺ നമുക്കറിയാമല്ലോ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, അതിനകത്ത് ഫാക്റ്റോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സോ ആർട്ടിക്കിളോ ആ രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, ഒരു ബോഡി എഴുതുന്നു, ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു, പിന്നെ വേ ഫോർവേഡ് എഴുതുന്നു, കുറേ സ്കീംസ് ആഡ് ചെയ്യുന്നു, ഡയഗ്രാം വരയ്ക്കുന്നു. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെപ്പോഴും മെയിൻസിൽ പ്രിപ്പയർ ചെയ്യുന്നത്, മെയിൻസിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ സ്ട്രാറ്റജി KSൽ നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. ഈവൻ എന്നാലും ഞാൻ ചെറിയ ഡയഗ്രാം ഒക്കെ വരച്ചു. പക്ഷേ സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണോ ക്വസ്റ്റ്യൻ ടു ദ പോയിന്റ് ആൻസർ എഴുതുക. ഇൻട്രൊഡക്ഷൻ എഴുതി 2 വരി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 പോയിൻ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ KSനകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനെ മനസ്സിലാക്കി ടു ദ പോയിന്റ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു വേർഡ് പോലും എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് വരും UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇതിനകത്ത് ചെയ്യാതിരിക്കുക.